വളരെ ചെറിയ ബഡ്ജറ്റ്, അതായത് സെൻറ്റിന് വേറെ 23,000 രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങി നിങ്ങൾക്ക് അതിനകത്ത് റിസോർട്ടോ ഫാം ഹൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കയറി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മരങ്ങളും അതുപോലെ തന്നെ ഫുള്ള് റബ്ബറും ആ രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ ആഡ് ചെയ്തേക്കാം. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസും ഇതിൻ്റെ ഫ്രണ്ടേജും ഏകദേശം നമുക്ക് പ്രോപ്പർട്ടിയുടെ ഒരു ലേഔട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം വെള്ളർടയ്ക്ക് സമീപമാണ്. വെള്ളർടയിൽ നിന്ന് വരുമ്പം വാഴച്ചൽ ജംഗ്ഷൻ വരാം. വാഴച്ചൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അമ്പൂരിയിലേക്ക് പോകുന്ന റോഡ്, അത് ജസ്റ്റ് ഇങ്ങനെ കയറുമ്പം തന്നെ വലത്തോട്ട് ദ്രവ്യപാറ ശ്രീ ദക്ഷിണമൂർത്തി ഗുഹാക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാൻ സാധിക്കും. ആ റോഡ് നമ്മൾ നേരെ കയറി വരുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കയറുന്ന വഴി ഇതാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്രവ്യപാറ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അതായത് ഇവിടെ ഒത്തിരിയധികം പേര് ട്രക്കിങ്ങിനൊക്കെ വരുന്നൊരു ലൊക്കേഷനാണ്. അതിലേക്ക് ഇതുവഴിയാണ് ആൾക്കാർ മിക്കവാറും നടന്നു കയറുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഈ 4 വീൽ ആക്സസ് ഉള്ള, അതായത് 4 വീൽ ഡ്രൈവിൻ്റെ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മറു സൈഡിൽ നിന്ന് ഈ ദ്രവ്യപാറയിലേക്ക് കയറാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് നമുക്ക് ഏകദേശം 8 ഏക്കറിന് മേളിൽ വരുന്ന ഈ ഒരു സ്ഥലം വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലുള്ള റോഡെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. ഇവിടെ നിന്ന് ഏകദേശം 30 മീറ്ററോളം ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻവശം ഈ ഒരു റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നത്. അതിനുശേഷം മേളിലോട്ട് കയറുന്നതിനനുസരിച്ചിട്ട് വീതി കൂടി ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. ഇപ്പോൾ ഇതിനകത്ത് 800ഓളം മരങ്ങൾ വെച്ച് റബ്ബർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 400 മരങ്ങൾ വെട്ടുന്നതാണ്. 400 എണ്ണം വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഏജ് കുറഞ്ഞ മരങ്ങളാണ്, അത് വെട്ടി തുടങ്ങിയിട്ടില്ല. ആ കണ്ടീഷനിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. നിങ്ങൾക്ക് ഇതെടുത്തൊരു റിസോർട്ടൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷമാണ്. നമുക്ക് മിക്കവാറും ഒക്കെ മഴയും അത്യാവശ്യം തണുപ്പ് പോലുള്ള ഒരു ക്ലൈമറ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് മേളിലോട്ടുള്ള ഈ വഴിയുടെയൊക്കെ ഒരു ഭംഗി നോക്കിയേ, ഫുള്ളായിട്ട് ഇതുപോലെ ഉരുളം പാറകളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ള ഒരു വഴിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് കയറുമ്പം കാണാൻ പറ്റുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ ആഡ് ചെയ്തേക്കാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ആ ഒരു മേളിൽ നിന്നുള്ളൊരു രൂപം കിട്ടുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഈ ദ്രവ്യപാറയും അല്ലാണ്ട് തന്നെ കുറേ അധികം മലകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നിൽക്കുന്നത് കാട്ടുകോഴിയല്ല, തൊട്ടടുത്ത വീട്ടിലെ വളർത്തുന്ന കോഴിയാണ്. ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇങ്ങനെ, ഇത് ശരിക്കും പ്രോപ്പർട്ടിയുടെ വഴിയല്ല, ദ്രവ്യപാറയിലേക്കും കൂടെ കയറുന്ന വഴിയാണ്. ഇതുപോലെ നല്ല രസമുള്ള ഒരു വഴിയാണ് അകത്തേക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനകത്തെടുത്ത് റിസോർട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സാധ്യതയുള്ള ഒരു ലൊക്കേഷനും കൂടെയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിനകത്തുള്ള ഡ്രൈവിലൂടെ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. നെടുമങ്ങാട് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ സിറ്റിക്കകത്ത് നിന്നോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. SHൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റേറ്റ് ഹൈവേ 59 നിന്ന് ഈസിലി ആക്സസ് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. വാഴച്ചൽ ജംഗ്ഷൻ ഇവിടെ തൊട്ടടുത്താണ്. അതായത് നമുക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമുക്കിതിനെ റിസോർട്ടായിട്ടൊക്കെ മാറ്റുവാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ റോഡ് കണക്ടിവിറ്റി ഉള്ള ലൊക്കേഷനാണ്. വീതിയുള്ള റോഡുകൾ വഴി തന്നെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം. അവിടെ നമുക്കിങ്ങനെ കയറുമ്പം നമുക്കിത് ഇതുപോലൊരു സീനിക് ലൊക്കേഷനിലേക്ക് കയറി വരാവുന്നതാണ്. എങ്ങനെ വെച്ചാൽ ഇതുപോലെ പാറകളുടെയൊക്കെ ഇടയിലും ഇതിൻ്റെയൊക്കെ മേളിലായിട്ടൊക്കെ ട്രീ ഹൗസ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വമ്പ സെറ്റപ്പിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ശരിക്കും ഇതിനകത്ത് ഫുള്ള് കയറി കാണിക്കണമെന്നുണ്ട്. കുന്ന് കയറാനുള്ള ആംബിയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറി കാണിക്കുന്നില്ല. അപ്പോൾ ഇതിന് താല്പര്യമുള്ളൊരു ഉടമയെ വിളിക്കുക. ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് 23,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ഫാം ഹൗസ് സെറ്റപ്പ് ഇതിൻ്റെ ഇടയിലൂടെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ തന്നെ ഫാം ടൂറിസം പോലെ ആ രീതിയിൽ ചെയ്യാം. തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ നിന്ന് മറ്റേ കുമ്പിച്ചൽ പാലമൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ കുമ്പിച്ചൽ പാലമൊക്കെ ഇവിടെ അടുത്താണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ക്ലൈമറ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ, അതായത് ക്ലൗഡൊക്കെ ഇല്ല, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സിറ്റി വരേക്കും, തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള ഫ്ലാറ്റുകൾ വരെ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. വിഴിഞ്ഞം തുറമുഖം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിലൊക്കെയാണ് നമുക്കിവിടെ നിന്ന് വിസിബിലിറ്റി വരുന്നത്. അത്രയും ഉയർന്ന ഒരു സ്ഥലമാണ്. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 23,000 രൂപയാണ്. ടോട്ടലായിട്ട് 8 ഏക്കർ 40 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്.